കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്ത തിരുവചന ചിന്തയിൽ നമ്മൾ കൃപയാലുള്ള രക്ഷയെക്കുറിച്ചും അതിന് നമ്മളെ യോഗ്യരാക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ആ രക്ഷാകരമായ വിശ്വാസം നമ്മിൽ ഉളവാക്കുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കൃപയാണ്, ദൈവത്തിന്റെ ഒരു ദാനമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. വിശ്വാസികൾ എന്ന പദവി തന്നെ ദൈവത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തെയാണല്ലോ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്നാണല്ലോ ആ പദം ഉത്ഭവിച്ചു വരുന്നത്. തിരുവചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുകയും ഭാവിയിൽ സംഭവിക്കാനുള്ളതിൽ ഉള്ള കാര്യങ്ങളിലൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതം. വിശ്വാസം കൃപയാണ്, അതൊരു ദാനവുമാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ ബീജൻ പറയുകയും ചെയ്തു, നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ ആരുടെയും പ്രവൃത്തികൾക്ക് കാരണമാകുന്നില്ല. അങ്ങനെയൊക്കെ തിരുവചനത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഇതൊക്കെ തിരുവചനത്തിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായി തോന്നുന്ന ചില നിർദ്ദേശങ്ങളെ കാണാം. ആ ഭാഗങ്ങളിലേക്കാണ് ഇന്ന് രാത്രിയിൽ എനിക്കൊരു പ്രേരണ ലഭിച്ചിരിക്കുന്നത്. യാക്കോബ് പറയുന്നു, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. ഏദനിൽ പാപം സംഭവിച്ചപ്പോൾ ആത്മാവ് നിർജീവമായി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് ചിന്തിച്ചു. അതിന് പിന്നീട് ജീവൻ പ്രാപിക്കുന്നത് വിശ്വാസം മൂലം കൃപയാൽ രക്ഷിക്കപ്പെടുമ്പോഴാണ് അതെല്ലാം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു ആ ജീവനുള്ള അവസ്ഥയിലേക്ക് അത് മാറുന്നത്. ആ വിശ്വാസത്തിലൂടെ നാം രക്ഷ പ്രാപിച്ചു എന്നതിന്റെ തെളിവായി വിശ്വാസത്തിന്റെ ചില പ്രവൃത്തികൾ കൂടി വെളിപ്പെടുമെന്നാണ് വിശുദ്ധ യാക്കോബ് ഇതിലൂടെ ഉപദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമായ വിശ്വാസമാണ്. കാരണം ഒരു വ്യക്തിയിലെ വിശ്വാസ ജീവിതത്തിന് അനുയോജ്യമായ പ്രവൃത്തികളുടെ അഭാവം മാറ്റമില്ലാത്ത ജീവിതത്തെ, അല്ലെങ്കിൽ ആത്മീയമായ മരിച്ച ഹൃദയത്തെയാണ് വെളിപ്പെടുത്തുന്നതെന്ന് യാക്കോബ് ചില ഉദാഹരണങ്ങളും ചില വാക്യങ്ങൾ അല്പം സമയമെടുത്ത് തന്നെ യാക്കോബ് വിശദീകരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട സമയത്ത് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം ആ വാക്യമൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടായ ആ രക്ഷാകരമായ വിശ്വാസം നമ്മളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെട്ട ഒരു ജീവിത രീതിയിലേക്ക് നയിക്കപ്പെടുമെന്ന്, അല്ലെങ്കിൽ നയിക്കുമെന്ന് തിരുവചനം നമ്മളെ അറിയിക്കുന്നുണ്ട്. നമുക്കത് അറിയാം. അതായത് നാം ചെയ്യുന്ന പ്രവൃത്തികളാൽ വിശ്വാസം മൂലം നമ്മിലുണ്ടായ രൂപാന്തരം മനുഷ്യരുടെ മുമ്പാകെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. യാക്കോബ് 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങൾ പുതിയ നിയമത്തിൽ അതുവരെ പറഞ്ഞു വന്നത്. അതുവരെ പറഞ്ഞു എന്ന് പറയുമ്പോൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന് പ്രവൃത്തി കാരണമല്ല എന്നതിനൊക്കെ അങ്ങനെ പറഞ്ഞു വന്നതിന് വിരുദ്ധമായ ചില ചിന്തകൾ അവിടെ ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പെട്ടെന്ന് ആ വാക്യം വായിക്കുമ്പോൾ, പെട്ടെന്ന് ആ വാക്യം എടുക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ എന്നോട് തർക്കിക്കാൻ വന്ന മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ ആ ഭാഗം എടുത്ത് അങ്ങനെ ഒരു തർക്കമൊക്കെ ഈ ആത്മീയ ലോകത്തിലും പുറമേ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു വിരുദ്ധമായതാണ് എന്നൊരു ചിന്ത നമുക്ക് പെട്ടെന്ന് സൃഷ്ടിക്കും, നമ്മളിലൊക്കെ സൃഷ്ടിക്കാറുണ്ട്. അതായത് ഈ വാക്യങ്ങളിൽ നോക്കുമ്പോൾ, ഈ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രവൃത്തിയാലുള്ള ഒരു നീതി സാധ്യമാണ് എന്ന് വായനക്കാരെ ചിന്തിപ്പാൻ പ്രേരിപ്പിക്കുന്ന തലത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ തിരുവചനം നമ്മളെ അറിയിക്കുന്നത് വിശ്വാസം മൂലം കൃപയാലാണ് രക്ഷ എന്നുള്ളതാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയത് നമ്മൾ വായിച്ചിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നാണ് ആ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവം മുമ്പാകെ നമ്മെ നീതിമാന്മാരാക്കുന്നു എന്നല്ല യാക്കോബ് പറയുന്നത്. അവിടെ വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യാക്കോബ് പറയുന്നത്. എന്നാൽ ഒരു വ്യക്തിയിലുള്ള യഥാർത്ഥ രക്ഷാകരമായ വിശ്വാസം നല്ല പ്രവൃത്തികളാൽ പ്രകടമാക്കുന്നു എന്നാണ് യാക്കോബ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വിശുദ്ധന്മാർ ചെയ്യുന്ന പ്രവൃത്തികളല്ല അവർക്ക് ലഭ്യമായ കാരണം, അല്ലെങ്കിൽ ലഭ്യമായ ആ രക്ഷയ്ക്ക് നിദാനമാകുന്നത്, അല്ലെങ്കിൽ ആ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. എന്നാൽ അവർ അനുവർത്തിച്ചു പോരുന്ന നല്ല പ്രവൃത്തികൾ അവരിൽ ഉളവായ രക്ഷയുടെ തെളിവാണെന്നാണ് യാക്കോബ് തിരുവചനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. അതായത് ലോകരക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എപ്പോഴും ചില നല്ല പ്രവൃത്തികളിൽ ചെന്ന് അവസാനിക്കുമെന്നുള്ള ആ ഒരു വലിയ സന്ദേശമാണ് അവിടെ പകർന്നത്. ഒരു വ്യക്തി താൻ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുകയും
എന്നാൽ ക്രിസ്തുവിനോട് മനഃപൂർവ്വം അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ അവനിലുള്ളത് തെറ്റായൊരു വിശ്വാസമാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിർജീവമായ, ജീവനില്ലാത്ത ഒരു വിശ്വാസമാണ്. നിർജീവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല, രക്ഷിക്കപ്പെടുന്നില്ല എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി പാപപ്രവൃത്തികളിൽ ഏർപ്പെടുന്നില്ല എന്നൊരു സന്ദേശമാണ്. ശരിക്കും ആ ഭാഗത്തോടെ വേറൊരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യാക്കോബ് സംസാരിക്കുന്നതെങ്കിലും ഞാൻ ഈ തലത്തിലാണ് ഇന്ന് രാത്രിയിലെ മെസ്സേജ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് പകരം ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവസന്നിധി പ്രതിഫലം ലഭിക്കുന്നതുമായ ചില നല്ല പ്രവൃത്തികളുടെ കാരണമാകുന്നു എന്നുള്ള കാര്യം പറവാനായിട്ടാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അന്യായ പ്രവൃത്തികളുടെ ഒരു പട്ടിക കൊരിന്ത്യ ലേഖനത്തിൽ പങ്കുവെക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പലപ്പോഴും ആ ഭാഗങ്ങളൊക്കെ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാക്യങ്ങളുടെ തുടർച്ചയായിട്ട് പൗലോസ് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. യാക്കോബും തന്റെ ലേഖനത്തിലും രണ്ട് വ്യത്യസ്തമായ തരത്തിലുള്ള വിശ്വാസങ്ങളെ വിവരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നത്, ഒന്ന്, രക്ഷിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസത്തെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് നിർജീവമായ തെറ്റായ വിശ്വാസത്തെ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ എടുത്താണ് യാക്കോബ് അവിടെ പറയുന്നത്. ഇങ്ങനെ വേർതിരിക്കാൻ കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികളിൽ ഇങ്ങനെയുള്ള ഒരു കപടഭക്തി അല്ലെങ്കിൽ കപടഭക്തി അങ്ങനെ പ്രകടിപ്പിക്കുന്നവരും വളരെ അധികം ഉണ്ടായിരുന്നു എന്നതാണ്. ചിലപ്പോൾ ചിലരുടെയൊക്കെ ഭക്തി കാണുമ്പോൾ, ചിലരുടെയൊക്കെ ജീവിത രീതികൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വേദന തോന്നാറുണ്ട്. അവരുടെ ഭക്തിയുടെ അഭിനയങ്ങളും ചില കാര്യങ്ങളോടൊക്കെ അടുത്ത് വരുമ്പോൾ അവരുടെ നിസ്സംഗതയൊക്കെ കാണുമ്പോൾ ഒക്കെ നമുക്ക് നമ്മുടെ ഉള്ളങ്ങളിലൊക്കെ നമുക്ക് വേദനയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കണ്ടുകൊണ്ടാണ് യാക്കോബ് ഈ വേദഭാഗത്തെ അവിടെ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയിരിക്കാൻ കാരണമായി തീരുന്നത്. ഇങ്ങനെ വേർതിരിക്കാൻ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള കപടഭക്തി കാണിക്കുന്നവരുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പലരും ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നു, എന്നാൽ അവരുടെ ജീവിതവും മുൻഗണനകളും ഒക്കെ മറിച്ചായിരുന്നു എന്നാണ് യാക്കോബിന് അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നത്. ആ ജീവിത രീതികളും അല്ലെങ്കിൽ ക്രിസ്തുയേശുവിനോടുള്ള ആ ഭക്തിയും അതേസമയം ആ ഉപദേശങ്ങളും സഹജീവികളോടുള്ള കാര്യങ്ങളുടെ ഇടപെടലുകളൊക്കെ വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ യാക്കോബ് അങ്ങനെ എഴുതിയത്. നമുക്ക് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരു വേദഭാഗത്തേക്ക് ചെല്ലുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് 7-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ, അത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 16 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം, നല്ല വൃക്ഷത്തിന്റെ ഫലങ്ങളെയൊക്കെ തിരിച്ചറിയാൻ, ഫലങ്ങളാൽ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് 16 മുതലുള്ള വാക്യങ്ങൾ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ചീത്തയായ വൃക്ഷമോ ചീത്തഫലം കൊടുക്കുന്നു, നല്ല വൃക്ഷത്തിന് ചീത്തഫലവും ചീത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതിന്റെ 21-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പ്രത്യുത സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ പരസ്യമായി അവരോട് പ്രഖ്യാപിക്കും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിരുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. ഈ വേദഭാഗവും പലപ്പോഴും നമ്മൾ കേൾക്കുകയും പ്രസംഗിച്ച് കേൾക്കുകയും നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. ഈ അരുളപ്പാടുകളിലൂടെയും കർത്താവ് സൂചിപ്പിക്കുന്നതും ദൈവം പ്രസാദിപ്പിക്കുന്ന ചില പ്രവൃത്തികളിലേക്കാണ്. കപടഭക്തി നമ്മൾ മുമ്പ് കണ്ടതാണ്. കപടഭക്തി അതിന്റെയൊക്കെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണല്ലോ. ആ കപടഭക്തിയും അതുപോലെയുള്ള കള്ള അപ്പോസ്തോലത്വം അതും ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി ഉണ്ട്. കള്ള അപ്പോസ്തോലത്വം അവകാശപ്പെടുന്നവർ, അങ്ങനെയുള്ളതിന് എതിരായാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിലെ വിശ്വാസത്തിലെ പ്രവൃത്തികളിലെ ആ ആശയങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. അത് തന്നെയാണെന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തോടുള്ള അനുസരണം രക്ഷാകരമായ വിശ്വാസത്തിന്റെ യഥാർത്ഥ അടയാളമാണ്. നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടു എന്ന് പലപ്പോഴും നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ, നമ്മൾ അവകാശപ്പെടുമ്പോൾ അതിന്റെ അടയാളം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അനുസരണമാണ് എന്നുള്ളത് നാം അറിയട്ടെ, നാം മനസ്സിലാക്കട്ടെ. യാക്കോബ് ഈ വേദഭാഗത്ത് അബ്രഹാമിന്റെയും രഹാബിന്റെയും ഉദാഹരണങ്ങളോടെ രക്ഷയ്ക്കൊപ്പമുള്ള അനുസരണത്തെ അവിടെ വിശദീകരിക്കുന്നു. ഞാൻ കൂടുതലായിട്ട് ആ ഭാഗങ്ങളിലെ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമ്മളൊരു യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് വാഗൊണ്ട് മാത്രം പറഞ്ഞാൽ അത് നമ്മെ രക്ഷിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും അറിയണം. നമ്മെ ഓരോരുത്തരെയും നിത്യ ശിക്ഷാവധി
പുരോഗതിയിൽ നിന്നും രക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള നമ്മുടെ ഹൃദയങ്ങളുടെ പുനരുജ്ജീവനമാണ്, അല്ലെങ്കിൽ വീണ്ടും ജനനമാണ്. ആ ഒരു പദത്തിലേക്ക് തന്നെയാണ് ഞാൻ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുവരുത്തുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയങ്ങളിൽ പുനരുജ്ജീവനം സംഭവിച്ചവരുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തോടുള്ള നിരന്തരമായ തുടർച്ചയായിട്ടുള്ള അനുസരണവും കാണപ്പെടും. ആ അനുസരണത്തിൽ അവർ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും. അത് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ സംഭവിച്ച ഒരു പുതിയ അനുഭവത്തിന്റെ സ്ഥിരതയെ കൂടിയാണ് കാണിക്കുന്നത്. സ്ഥിരമായി അതിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാകുമെന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെ തെറ്റിദ്ധരിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള ബന്ധത്തെ തെറ്റിദ്ധരിക്കുന്നത് രക്ഷയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ വിശ്വാസത്തെ മാറ്റി നിർത്തി. നമുക്കറിയാം, വലിയൊരു കൂട്ടവും വിശ്വാസത്താലാണ് രക്ഷ. തീർച്ചയായും വിശ്വാസത്താൽ തന്നെയാണ് രക്ഷ. എങ്കിലും വിശ്വാസത്തോട് ചേർന്നുള്ള ചില പ്രവൃത്തികൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഉപദേശങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കൃത്യമായി അതിനെ മനസ്സിലാക്കാത്തതിൽ നിന്നാണ് അതെല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പ്രവൃത്തികളുടെയും വിശ്വാസത്തിന്റെയും കാര്യത്തിൽ പ്രധാനമായും 2 തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യത്തേത് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അനായാസമായ അല്ലെങ്കിൽ പ്രയാസമില്ലാത്ത വിശ്വാസവാദമാണ്. അതായത് ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയോ ഞാൻ യേശു കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയോ ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും എന്ന വാദമാണ്. വലിയൊരു കൂട്ടം അങ്ങനെ പറയാറുണ്ട്. അതിന്റെ ആഴമറിയാതെ, അർത്ഥമറിയാതെ ഒരു വാക്ക് പറഞ്ഞാൽ, ഒന്ന് എഴുന്നേറ്റ് കൈപൊക്കിയാൽ വലിയ കൺവെൻഷനുകളിലും ക്രൂസൈഡുകളിലും ഒക്കെ സംഭവിക്കുന്നതാണ്. നിർബന്ധിച്ച്, പേടിപ്പിച്ച്, കൈപൊക്കിയിട്ട് ഇത്ര പേര് രക്ഷിക്കപ്പെട്ടു എന്ന് കണക്കെടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വാദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ളത് ആ ഒരു നിലയിൽ അതിനെയാണ് പ്രയാസമില്ലാതെ അല്ലെങ്കിൽ അനായാസ വിശ്വാസവാദം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഉദാഹരണമായി പറഞ്ഞാൽ, വേറൊരു ഉദാഹരണം ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി തന്റെ കുട്ടിക്കാലത്ത് ഒരു സഭാ ശുശ്രൂഷയിലെ ആഹ്വാനത്തിന് മുന്നിൽ കൈ ഉയർത്തിയതിനെ രക്ഷിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത് ഒരുപക്ഷെ നമ്മുടെ പെന്തക്കോസ്തിൽ ജനിച്ചു വളരുന്ന തലമുറകളിൽ വലിയൊരു പ്രയാസം ഉളവാക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ ഇന്ന് രാത്രി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തലമുറകൾ ആ ദൈവത്തോടുമായിട്ടുള്ള ആ വലിയ ബന്ധത്തിലോ അല്ലെങ്കിൽ ആ എൻകൗണ്ടറിലേക്കോ അല്ലെങ്കിൽ ദൈവ വ്യക്തിപരമായ ആ റിലേഷൻഷിപ്പിലേക്കോ ഒന്നും വരാതെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രായം എത്തുമ്പോൾ ഒന്ന് അവർ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കാണുമായിരിക്കാം. ആ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് സ്ഥാനപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്ന ആ ക്രിസ്ത്യ ജീവിതത്തെ കൂടിയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ രക്ഷിക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നതൊക്കെ നമുക്കറിയാമല്ലോ. നമ്മുടെ ചുറ്റുമൊക്കെ നമ്മുടെ കൂട്ടത്തിലിടയ്ക്കൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ പുനരുജ്ജീവനം സംഭവിക്കാത്ത അവൻ ദൈവത്തോടൊപ്പം നടക്കാൻ ഒരിക്കലും ആഗ്രഹം കാണിച്ചിട്ടുണ്ടാകില്ല. പലപ്പോഴും നമ്മുടെ തലമുറകളിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിലൊക്കെ നമുക്ക് ആ നിലയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. വാസ്തവത്തിൽ ലജ്ജാകരമായ പാപത്തിലാണ് അവർ ജീവിക്കുന്നതെന്നും നമുക്കറിയാം. ആ നിലയിലാണ് അവർ പോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയുടെ വീണ്ടും ജനനം, വീണ്ടെടുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറും ഒരു കൈപൊക്കലിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുന്നത് അപകടവും വഞ്ചനാപരവുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വിശ്വാസത്തിനോട് ചേർന്ന് ചില പ്രവൃത്തികളിലൂടെ ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, അതിനർത്ഥം ആ മാനസാന്തരം അല്ലെങ്കിൽ ആ വിശ്വാസം അത് രക്ഷാകരമായ ഒന്നല്ല എന്നുള്ള കാര്യത്തെയാണ് അത് ബോധ്യമാക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി അല്ലെങ്കിൽ പിശാചിനെ പോലെ ജീവിച്ചാലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എടുക്കുന്ന വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിൽ ആ വ്യക്തിയെ രക്ഷിക്കുന്നു എന്ന ആശയം ജഡീക ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗം വിശ്വാസികളെ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. ജഡീകരെ കുറിച്ചൊക്കെ നമുക്കറിയാം പ്രിയമുള്ളവരെ. അതായത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാതെ ആത്മാവിൽ ജീവൻ പ്രാപിക്കാതെ സഭയിൽ കടന്നുകൂടിയിരിക്കുന്നവരെയാണ് ജഡീക ക്രിസ്ത്യാനികൾ എന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നത്. സഭകളിൽ വിവിധ ഭക്തിരഹിതമായ ജീവിത ശൈലികൾക്ക് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്പെസിഫിക് ഇതുപോലെ പേരുകൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും 10-20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെയൊക്കെ സഭകളിൽ വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ മാറ്റി നിർത്തിയ പല കാര്യങ്ങളൊക്കെ ഇന്ന് അങ്ങനെയുള്ള ജീവിത ശൈലികളൊക്കെ നമ്മുടെ സഭകളിൽ കൊണ്ടുവരുന്നത്, അതിന് പ്രാധാന്യം നൽകാൻ കാരണമാകുന്നത് ഇത്തരം ജഡീക ക്രിസ്ത്യാനികൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ്. അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി, അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭകളിലേക്കൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ.
ഞാൻ മുന്നോട്ട് പോട്ടെ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ അനുതാപമില്ലാത്തവനും പാപത്തിൽ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കെ തന്നെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നവരെയാണ് ജഡീകർ അല്ലെങ്കിൽ ജഡീക ക്രിസ്ത്യാനികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് ഞാൻ അല്പം വിശദീകരിച്ചല്ലോ. ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് കാരണമാകാത്ത ഒരു പൊള്ളയായ വിശ്വാസ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ആരെയും രക്ഷിക്കാൻ കഴിയാത്ത ഒരു നിർജീവ വിശ്വാസമാണെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ കൂടെ അതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. വിശ്വാസത്തെയും പ്രവൃത്തികളെയും സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ ബന്ധത്തെ കുറിച്ചുള്ള അടുത്ത രണ്ടാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന നമ്മുടെ തന്റേതായ ചില പ്രവൃത്തികൾ കൊണ്ട് ദൈവം മുമ്പാകെ നമ്മെ തന്നെ നീതീകരിക്കാൻ കഴിയുമെന്ന് ഉള്ള ആ ചിന്തയാണ് അതിന്റെ രണ്ടാമത്തെ തെറ്റിദ്ധാരണ. കുറെ നല്ല പ്രവൃത്തികളും ഒപ്പം കുറച്ച് വിശ്വാസവും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടാം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാം എന്നുള്ള പഠിപ്പിക്കലുകൾ തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമായ ആശയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റോമലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്നാണ് റോമലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. ഇവിടെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിടുന്നു എന്നാണ് പറയുന്നത്. അതേസമയം യാക്കോബ് തന്റെ ലേഖനത്തിൽ നമ്മൾ മുമ്പ് വായിച്ചാണ് 2-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. യഥാർത്ഥത്തിൽ ഈ രണ്ട് വേദഭാഗങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം വായിച്ച വാക്യം വിശ്വാസത്തിലൂടെ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടതിനെ വെളിപ്പെടുത്തുമ്പോൾ, അങ്ങനെ നീതീകരിക്കപ്പെട്ട നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിലുള്ള ആ വിശ്വാസത്തിന്റെ സ്വാഭാവിക ഫലം എല്ലാവർക്കും കാണാൻ കഴിയുന്ന ചില നല്ല പ്രവൃത്തികളായി മാറുന്നതാണ് രണ്ടാമത്തെ വാക്യം വിശദീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മെ പിന്തുടരുന്ന നല്ല പ്രവൃത്തികൾ ഒരിക്കലും ദൈവം മുമ്പാകെ നമ്മെ നീതിമാന്മാരാക്കുന്നില്ല. പക്ഷെ ഒരു നീരുറവിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ സ്വാഭാവികമായി പുനരുജ്ജീവിച്ച ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നതാണ്. അത് പുറപ്പെട്ടു വരുന്നതാണ്, സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വലിയ പർവ്വതത്തിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന നദിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മഴക്കാലത്ത് സ്വാഭാവികമായ മഴവെള്ളം കൊണ്ട് അത് നിറഞ്ഞൊഴുകാറുണ്ട്. വേനൽക്കാലത്ത് ആ പർവ്വതത്തിന്റെ മുകളിലുള്ള മഞ്ഞുരുകിയും അത് നിറഞ്ഞൊഴുകുന്നത് പോലെ പുനരുജ്ജീവിച്ച ഹൃദയത്തിൽ നിന്നും രക്ഷയുടെ പ്രവർത്തികൾ നമ്മിൽ നിന്നും തുടർച്ചയായി പുറത്തു വരുന്നു എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ആഴ്ചയിലും ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ വിശദീകരിച്ചതിന്റെ പ്രധാനമായ സത്യം, രക്ഷ എന്നത് ദൈവത്തിന്റെ ഒരു പരമാധികാര പ്രവൃത്തി തന്നെയാണ്. അതിൽ നിന്ന് വിട്ടുമാറുവാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനെ വിശദമാക്കുന്ന ഒരു വാക്യം ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വാക്യങ്ങളിൽ ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു പുനർജന്മ സ്നാനം കാണാൻ കഴിയുന്നുണ്ട്, അതുപോലെ പരിശുദ്ധാത്മാവിന്റെ നവീകരണം കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഈ വാക്യങ്ങൾ കാണുന്ന പുനർജനിക്കാത്ത ഒരു പാപിയുടെ മേൽ പുനർജനനത്തിന്റെ സ്നാനം അല്ലെങ്കിൽ കഴുകലും അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ നവീകരണം പകർന്നതിനെയാണ് വിശദീകരിക്കുന്നത്. ഇവിടെ ഈ വിവരിക്കുന്ന സ്നാനം നമ്മൾ സാധാരണ ചെയ്തു പോകുന്ന അശരീക ജലസ്നാനമല്ല, നാം അങ്ങനെ ചിന്തിക്കരുത്. അത് ദൈവത്തിന്റെ വീണ്ടും ജനനത്തെ സൂചിപ്പിക്കുന്ന ആത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു പുതുക്കത്തെയാണ്, ആത്മാവിന്റെ ഒരു രൂപാന്തരത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ കഴുകൽ നടക്കുന്നത് ആത്മാവിലാണ്, ഒരു വ്യക്തിയുടെ ഉള്ളിലാണ്. അതിലൂടെ നമ്മളെ ഒരു വിശുദ്ധ സ്വഭാവത്തിന് ഉടമകളാക്കി മാറ്റുകയാണ് ഈ പുനർജന്മ സ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അങ്ങനെ പുനർജന്മ സ്നാനം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു പാപിയെ വീണ്ടും ജനിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ യേശു കർത്താവ് വീണ്ടും ജനിക്കുന്നതിന്റെ ആ വലിയ പ്രാധാന്യം നിക്കോദിമോസിനോട് വളരെ വ്യക്തമായി തന്നെ ആ ഒരു അധ്യായത്തിൽ മുഴുവനും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. വളരെ വ്യക്തമായി തന്നെ അത് വിശദീകരിക്കുന്നത് നമുക്കറിയാം. ആ വേദപാതിരി ഞാൻ ഇന്ന് രാത്രി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ ദൈവം ക്ഷമിക്കപ്പെട്ട പാപിക്ക് ഒരു പുതിയ ഹൃദയം നൽകുകയും അവന്റെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്ന് യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അതായത് ദൈവം അവന്റെ പാപത്തിന്റെ കഠിനമായ കല്ല് പോലെയുള്ള ആ ഹൃദയത്തെ നീക്കം ചെയ്തതിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ അവന്റെ ഉള്ളം നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു. തുടർന്ന് ആത്മാവ് രക്ഷിക്കപ്പെട്ട ആ വ്യക്തിയെ ദൈവവചനത്തോട് പ്രതികരിക്കാൻ സഹായിക്കുകയും, പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും
അതിനെ അനുസരിക്കുകയും അതിലെ വെളിപ്പാടുകളെ ഗ്രഹിക്കുകയും ചെയ്യുന്ന ആ നിലയിൽ അവനെ സഹായിക്കുകയും തുടർന്ന് ആ തിരുവചന പ്രകാരം ദൈവം മുമ്പാകെ അനുസരണയോടെ നടക്കാനും പ്രേരിപ്പിക്കുമെന്ന് ആ വേദവാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ക്രിസ്ത്യ ജീവിതത്തിലെ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ്. കാരണം അത് ദൈവത്താൽ രൂപാന്തരപ്പെടാത്ത ഒരു ഹൃദയത്തെയാണ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിനെ നാം പുനർജനിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ആ പുതിയ ജീവിതത്തെ പ്രകടമാക്കും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ഭക്തന്മാർ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഭക്തന്മാരിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. ആ വ്യത്യാസത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തോടുള്ള അനുസരണത്തിന്റെ നന്മയിൽ നിന്നായിരിക്കും. ആ അനുസരണത്തിന്റെ ആ നന്മ അല്ലെങ്കിൽ അനുസരണത്തിന്റെ ആ വലിയ ആ സമർപ്പണത്തിൽ നിന്നും ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം ഉൽപ്പാദിക്കുന്നതിലൂടെ ആ അദൃശ്യമായ വിശ്വാസം ദൃശ്യമായി വരികയാണ്. നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ ആ വിശ്വാസം പുറത്ത് മറ്റുള്ളവർ കാണുന്ന വിധത്തിൽ അത് ദൃശ്യമാകുന്നത് ആ പ്രവൃത്തികൾ പുറത്തു വരുമ്പോഴാണ്. പാപപൂർണമായ പെരുമാറ്റത്തിന്റെ പഴയ മാതൃകകളുടെ ആവർത്തനമല്ല വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ മുമ്പ് ആ വാക്യം സൂചിപ്പിച്ചതാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആ വാക്യം നമുക്കറിയാം. അതിന്റെ അർത്ഥമൊക്കെ എത്ര ഗൗരവത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും ഇന്ന് രാത്രി അത് ഗൗരവത്തോടെ ചിന്തിപ്പാനായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗൗരവമില്ലാത്ത വിശ്വാസ പ്രഖ്യാപനങ്ങൾക്ക് ഒരു മനുഷ്യന്റെയും ജീവിതത്തെ മാറ്റാൻ ശക്തിയില്ല, അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് തന്നെയാണ് ഒരു പ്രഖ്യാപനം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വലിയ ക്രൂസൈഡുകളിൽ കൈ ഉയർത്താൻ പറയുമ്പോൾ കൈ ഉയർത്തി രക്ഷിക്കപ്പെട്ടു എന്നിട്ട് അവരുടെ എണ്ണം എടുത്തിട്ട് അത് അത്രയും പേർ രക്ഷിക്കപ്പെട്ടു എന്നുള്ള കണക്ക് കൊടുക്കുന്നത് പോലെ അങ്ങനെ ഒന്നല്ല രക്ഷ എന്നുള്ളത്. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്ന രക്ഷ എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. യാതൊരു പ്രവൃത്തികളുമില്ലാതെ അതരം കൊണ്ട് മാത്രം അല്ലെങ്കിൽ വാ കൊണ്ട് മാത്രം വിശ്വാസ സേവനം നടത്തുന്നവരും എന്നാൽ ആത്മാവിനെ ഉൾക്കൊള്ളാത്തവരുമായ ആൾക്കാരോട് ക്രിസ്തു തന്നെ ഇങ്ങനെ പറയുമെന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത്, അത് നമ്മൾ വായിച്ചതാണ്. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ഹിസ്റ്ററിയൊക്കെ നമുക്കറിയാം. അവർ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അവർ വലിയ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, ദൈവത്തിന്റെ നാമത്തിലാണെന്നൊക്കെ അവർ അവകാശപ്പെട്ടിട്ടുണ്ട്. അതിൽ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ ആ അംഗീകാരം പ്രാപിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കർത്താവ് അവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് അറിയുന്നത് ആത്മാവിൽ ഈ പുനരുജ്ജീവനം നടക്കുന്നവർ, ഈ പരിശുദ്ധാത്മാവിന്റെ നവീകരണം ഹൃദയത്തിൽ സംഭവിക്കുന്നവർ, അവരെയാണ് കർത്താവ് അറിയുന്നതെന്ന് ആ വേദവാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ നമ്മുടെ യാത്രയുടെ അർത്ഥവും ആഴവുമാണ് ഇന്ന് രാത്രി നമ്മളിവിടെ ചിന്തിച്ചത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദൽ അവൻ നൽകുന്ന ഫലങ്ങളെ കുറിച്ച് നമ്മൾ എല്ലാവരും ബോധവാന്മാരാകണം. ദൈവം മുമ്പാകെ നാം പ്രസന്റ് ചെയ്യുന്നത്, മനുഷ്യരുടെ മുമ്പാകെ നാം പ്രസന്റ് ചെയ്യുന്ന ആ നല്ല ഫലങ്ങളെ കുറിച്ച് നാം ഓരോരുത്തരും ബോധവാന്മാരാകണം. ഇന്ന് രാത്രി നാം ചിന്തിച്ചതുപോലെ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമായ ഒന്നാണെന്ന് പറയുമ്പോൾ ആ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് പ്രസാദമുള്ള സകല പ്രവൃത്തികളും എന്നാണ് അതിനുത്തരം. ദൈവത്തിന് പ്രസാദമുള്ള എന്തെല്ലാം പ്രവൃത്തികൾ? അത് ആത്മാവിൽ നമുക്ക് നിയോഗം ലഭിക്കുന്ന എല്ലാ പ്രവൃത്തികളും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, യാക്കോബിന്റെ ലേഖനത്തിൽ പ്രധാനമായും നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായ തങ്ങളുടെ സഹോദരന്മാരെ അവഗണിക്കുന്നതിനെ സംബന്ധിച്ചാണ് യാക്കോബ് 2-ാം ലേഖനത്തിൽ 16 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ അങ്ങനെയുള്ളവരെ അവരെ ഉദ്ദേശിച്ചാണ് ആ വാക്യങ്ങൾ അവിടെ എഴുതുന്നത്. എന്നാൽ അതൊരിക്കലും ഏതെങ്കിലും ഒരു ചില കാരുണ്യ പ്രവൃത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചിലപ്പോൾ നമ്മൾ പലരും പല വിധത്തിലുള്ള കാരുണ്യ പ്രവൃത്തികൾ, മറ്റുള്ളതായ സാമ്പത്തികമായ ഭൗതിക സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചില സമുദായങ്ങൾ, ക്രൈസ്തവ സമുദായങ്ങളൊക്കെ അതിൽ ഒത്തിരി വിശ്വസിക്കുകയും അതിൽ ഒത്തിരി ആനന്ദിക്കുകയും അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ചില കാരുണ്യ പ്രവൃത്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ കർത്താവിന് പ്രസാദമുള്ള പ്രവൃത്തികൾ, അല്ലെങ്കിൽ രക്ഷയ്ക്ക് ഉപഫലമായി പുറത്തു വരുന്ന പ്രവൃത്തികൾ എന്നുള്ളത് നാം മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഗലാത്യ ലേഖനത്തിൽ കാണുന്ന ആത്മാവിന്റെ ഫലങ്ങൾ ആ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നതാണ്. ക്രിസ്തുയേശുവിന്റെ ഭാവം നമ്മിൽ ഓരോരുത്തരും ഉണ്ടായി ക്രിസ്തു എന്ന തലയോളം വളരുന്നതും ആ പ്രവൃത്തികളുടെ മറ്റൊരു തലമാണെന്നുള്ളതോടെ നാം അറിയുക. ക്രിസ്തുയേശുവിന്റെ ഭാവം, ക്രിസ്തുയേശുവിനെ അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആ തലയോളം വളർന്നു വരുന്നത് അത്രയോ അല്ലെങ്കിൽ ആത്മീകമായി അത്രയും ഡെവലപ്പായി വരുന്നതൊക്കെയും ആ പ്രവൃത്തികളുടെ മറ്റൊരു തലമാണ്.
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് കൈപൊക്കി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതും ചിലപ്പോൾ വളരെ നിർബന്ധിച്ച്, ഞാൻ അങ്ങനെ ചിലരെയും കണ്ടിട്ടുണ്ട്, ഒത്തിരി നേരം ഇരുന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു പോയി സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെ നിർബന്ധിച്ച് അവരിൽ വിശ്വാസം വരുത്തുന്നതും സ്നാനപ്പെടുത്തുന്നതും ഒക്കെ ഇങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കുക. കർത്താവായ യേശു ക്രിസ്തു നിക്കോദിമോസിനോട് സംസാരിച്ചപ്പോൾ വിശദീകരിച്ച ആ യഥാർത്ഥ വീണ്ടും ജനനമാണെന്ന് ഉറപ്പുവരുത്തുന്ന, അല്ലെങ്കിൽ അതേ തലത്തിൽ അതേ ആഴത്തിലുള്ള ഒരു വീണ്ടും ജനനമാണ് അവർ പ്രാപിക്കുന്നത് ഉറപ്പുവരുത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല അതൊക്കെ എന്നുള്ളത് നാം അറിയുക. അതിനേക്കാളൊക്കെ ആഴമായ നിലയിൽ തിരുവചനം അവിടെ, അത് കേവലം നമ്മുടെ വാക്കുകൾ കൊണ്ടൊന്നും അവിടെ കഴിയില്ല. പരിശുദ്ധാത്മാവിനുള്ള ഒരു പ്രവൃത്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മിൽ അതൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ ആ പ്രവൃത്തി, വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തി നമ്മിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ള നിലയിൽ അത് പ്രയോജനമാകുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരം പ്രാപിച്ച് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളിലേക്ക് വളരുന്ന അനുഭവത്തിനായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യട്ടെ. നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ ദൈവത്തിന്റെ കൃപയാലുള്ള ദാനമാണ്. ദൈവത്തിന്റെ കൃപയാലുള്ള ദാനമാണ്. ആ വലിയ രക്ഷയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കൃപ ആത്മാർത്ഥതയോട് അടുത്ത് വരുന്ന എല്ലാവരെയും ആ ഭക്തിയുള്ള ജീവിതത്തിനായി ശക്തിപ്പെടുത്തും. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ഈ വാചകങ്ങൾ, പറഞ്ഞിരിക്കുന്ന എനിക്ക് വെളിപ്പെട്ട ആ തിരുവചന സത്യങ്ങൾ ആരെയും ഭയപ്പെടുത്തുവാനല്ല. തീർച്ചയായും നമ്മിൽ നിന്ന് നല്ല പ്രവൃത്തികൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ദൈവ പ്രവൃത്തിക്കായിട്ടുള്ള ഒരു ആഗ്രഹവും ഒരു സമർപ്പണവും രക്ഷിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, വീണ്ടുജനനം പ്രാപിച്ച നമ്മിൽ നിന്ന് പുറത്തു വരേണ്ടതിന് ആ രക്ഷയോട് കൂടെ നമുക്ക് തരുന്ന ദൈവിക ശക്തിയാണ്, ദൈവിക പ്രവൃത്തിയാണ്, ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ദൈവം ഉപയോഗിക്കുന്ന വഴികളാണ് എന്നുള്ളത് നാം അറിയട്ടെ. അതിനായി നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ അടുത്ത് വരുന്ന അവരിൽ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ആ കൃപ പിന്നിൽ നിന്നുകൊണ്ട് ആ ഒരു ഭക്തിയുള്ള ജീവിതത്തിനായി നമ്മെ ഓരോരുത്തരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പ്രസാദമുള്ള അനുഭവത്തിലേക്ക് നമ്മെ എല്ലാവരെയും കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നുള്ള ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ സമർപ്പണവും ഭക്തിയും ഒക്കെ ദൈവം മുമ്പാകെ സത്യമുള്ളതാകട്ടെ. ഒരിക്കലും അതൊരു അഭിനയമോ ഒരിക്കലും അതൊരു ആ നിലയിലുള്ള ഒരു പ്രവൃത്തി ഒന്നുമല്ലാതെ ദൈവത്തിന് മുമ്പാകെ ജനുവിനായിട്ടുള്ള ഒരു വിശ്വാസം, നമ്മുടെ പ്രഖ്യാപനങ്ങൾ, നമ്മൾ ദൈവം മുമ്പാകെ പറയുന്ന വാക്കുകൾ, അതൊക്കെ ദൈവത്തിന് മുമ്പാകെ സത്യമുള്ളതായിരിക്കട്ടെ. ആ ഒരു വലിയ ക്രിസ്തീയ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിന് കർത്താവിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിതേ, വർണ്ണിപ്പാൻ നാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാ തൻ കരുതൽ, എന്നെന്നും ഓർത്തിടും വൻ കൃപയാ. ഹല്ലേലൂയ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിതേ, വർണ്ണിപ്പാൻ നാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാ തൻ കരുതൽ, എന്നെന്നും ഓർത്തിടും തൻ കൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിതേ, വർണ്ണിപ്പാൻ നാവിനാലാവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാ തൻ കരുതൽ, എന്നെന്നും ഓർത്തിടും വൻ കൃപയാ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിലേ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. എന്നിൽ പകർന്നൊരു ശക്തിയിതേ.